ന്യൂസ് 16 കേരള. അബ്ദുൾ റഹീമിന്റെ മോചനം ഡിസംബർ 8-ന് കോടതി കേസ് പരിഗണിക്കും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് ഡിസംബർ 8-ന് കോടതി പരിഗണിക്കും. റിയാദിലെ റഹീം സഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 8-ന് മുമ്പ് കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് റഹീമിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിക്കും. കേസ് ഇന്ന് പരിഗണിച്ച കോടതി സിറ്റിംഗ് 2 ആഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. മോചന ഉത്തരവ് ഇന്നുണ്ടാക്കുമെന്നാണ് റിയാദ് നിയമസഹായ സമിതി പ്രതീക്ഷിച്ചിരുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം നിലവിലുള്ള ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിക്കുക. റിയാദ് ക്രിമിനൽ കോടതിയാണ് മോചന ഉത്തരവിനുള്ള സിറ്റിംഗ് നടത്തിയത്. 8 മിനിറ്റോളം കോടതി കേസ് പരിഗണിച്ചു. ഇതിനുശേഷം 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി റിയാദിലെ നിയമസഹായ സമിതിയാണ് അറിയിച്ചത്. കഴിഞ്ഞ മാസം 21-ന് നടന്ന സിറ്റിംഗിലാണ് ഇന്നത്തേക്ക് സിറ്റിംഗ് മാറ്റിവെച്ചത്. പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മോചന ഉത്തരവ് മാത്രമാണ് ഇനി വരാനുള്ളത്. റഹീമിന്റെ അഭിഭാഷകനായ ഒസാമ അൽ അംബർ, എംബസി ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരി, റഹീമിന്റെ കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവൂർ എന്നിവർ ഇന്ന് രാവിലെ കോടതിയിൽ എത്തിയിരുന്നു. രാവിലെ 8:30 മണിക്കാണ് കോടതി കേസ് പരിഗണിച്ചത്. ഇതിനുശേഷമായിരുന്നു സിറ്റിംഗ് നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. റഹീമിനെ സന്ദർശിക്കാനായി നാട്ടിൽ നിന്നും എത്തിയ ഉമ്മയും സഹോദരനും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് തിരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്ന് റിയാദ് സഹായ സമിതി അറിയിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.